കടലിനക്കരെ പോണോരേ കാണാ പൊന്നിനു പോണോരേ കടലിനക്കരെ പോണോരേ കാണാ പൊന്നിനു പോണോരേ പോയി വരുമ്പോഴെന്തു കൊണ്ടുവരും കൈ നിറയെ പോയി വരുമ്പോഴെന്തു കൊണ്ടുവരും. Yes, hello மக்கள்ஸ், welcome back to Sala Learning. It's me Sri Bhama SB. അപ്പൊ നമ്മൾ എല്ലാരും കടലിൽ പോയിട്ട് കടലിനക്കരെ പോണോരെന്നൊക്കെ പാടുന്ന ആളുകളാണല്ലേ. നമുക്ക് കടലിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്, കടൽ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇത് പണ്ടത്തെ പാട്ടാണ്, എനിക്ക് തോന്നുന്നു ചെമ്മീൻ എന്ന് പറഞ്ഞ ഒരു സിനിമയിലെ പണ്ട് കാലത്തുള്ള പാട്ടാണ്. അപ്പൊ നമുക്ക് കടലിലോട്ടൊന്ന് പോയാലോ? കടൽ വേണ്ട, നമുക്ക് വെള്ളം മതി. തൽക്കാലം നമുക്ക് വെള്ളത്തിൽ പിടിക്കാം. സോ വാട്ടർ ആൻഡ് ലൈഫ് അല്ലെങ്കിൽ ജലം നിത്യജീവിതത്തിൽ എന്ന് പറയുന്ന ഒരു അടിപൊളി ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് അല്ലേ. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിട്ടാണ് ഇന്ന് മിസ് വന്നിട്ടുള്ളത്. സോ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ കടലിൽ പോയി നമുക്ക് എന്ത് കിട്ടും, അല്ലെങ്കിൽ വാട്ടർ കൊണ്ട് എന്താണ് നമ്മുടെ യൂസ് ആകുന്ന കേസൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അല്ലേടാ. അപ്പൊ വെള്ളം വെള്ളം സർവത്ര തുള്ളി കുടിക്കാനില്ലത്രേന്ന് നമ്മൾ എപ്പോഴും പറയുന്ന സാധനമാണ്. നമുക്ക് വെള്ളം ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ കുടിക്കാനില്ല അല്ലെ. അപ്പൊ ഈ വാട്ടർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു സാധനമാണ്. നമുക്ക് ജീവിക്കണമെങ്കിൽ വെള്ളം വേണം, നമുക്ക് എല്ലാ കാര്യത്തിനും വാട്ടർ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ വെള്ളത്തിൽ നമ്മൾ പല സമയത്തും അങ്ങനെ കളിക്കാറില്ലേ, ഓരോരോ സാധനങ്ങൾ ഇട്ട് നോക്കാറുണ്ട് അല്ലെ. ചില സാധനങ്ങൾ നമ്മളിങ്ങനെ ഇട്ട് നോക്കുമ്പോൾ ചിലത് പൊന്തി നിൽക്കും, ചിലത് താഴ്ന്നു നിൽക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ന് പറയുന്നത് സബ്സ്റ്റൻസ് ദാറ്റ് സിങ്ക് ആൻഡ് ഫ്ലോട്ട്, അല്ലെങ്കിൽ മുങ്ങുന്നവയും പൊങ്ങുന്നവയും ഏതൊക്കെയാണെന്നാണ് നമ്മൾ പറയുന്നത്. എക്സാമിന് ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിക്കുന്ന ഒരു പോർഷൻ ആണ്. നമുക്ക് നോക്കാം അല്ലെ. നോക്കട്ടെ മക്കളെ, നിങ്ങൾ എപ്പോഴും ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ലേ, വെള്ളത്തിലോട്ട് ചുമ്മാ ബോറടിച്ചിരിക്കുമ്പോൾ ഒരു ബക്കറ്റിൽ വെള്ളം ഉണ്ടെങ്കിൽ കയ്യിൽ ഇങ്ങനെ വെറുതെ എന്തെങ്കിലും കൊണ്ടുപോയിടും. ഒരു കല്ലാണ് കൊണ്ടുപോയിട്ടെങ്കിൽ അത് താഴത്തോട്ട് പോകും. അതേസമയം ഒരു ബലൂണാണ് കൊണ്ടിട്ടെങ്കിൽ അത് മുകളിലോട്ട് പൊന്തി നിൽക്കും അല്ലെ. അപ്പൊ നോക്കുക, ഈ പ്ലാസ്റ്റിക് ബോട്ടിൽസ്, ബലൂൺസ്, അതുപോലെ ആപ്പിൾ ആണെങ്കിൽ ആപ്പിള്, കുഞ്ഞു കുഞ്ഞു ബോൾസുകള്, ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, വെള്ളത്തിൽ പൊങ്ങി നിൽക്കുകയാണ് ചെയ്യുക. എന്നാൽ കുറച്ച് വെയിറ്റ് ഉള്ള സാധനങ്ങൾ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കല്ല്, വലിയ വലിയ കല്ല്, അല്ലെങ്കിൽ കത്രികയില്ലേ സിസർ, അല്ലെങ്കിൽ നമ്മുടെ വള, ഗോൾഡൻ വളയോ, അല്ലെങ്കിൽ ചെമ്പിന്റെ വലിയ വലിയ പാത്രമൊക്കെ കൊണ്ടിട്ട് എന്താ അവസ്ഥ, അത് താഴെ മുങ്ങിക്കിടക്കാണ് ചെയ്യുക അല്ലെ. അപ്പൊ പൊങ്ങുന്നവയുണ്ട്, മുങ്ങുന്നവയുണ്ട്. നിങ്ങളോട് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുക എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പോർട്ടന്റ് ആണ്. കുറേ സാധനങ്ങൾ തന്നിട്ട് ഇതിൽ ഏതൊക്കെ മുങ്ങും ഏതൊക്കെ പൊങ്ങും എന്നുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പൊ നോക്കിക്കോ, ഏതൊക്കെയാണ് സിങ്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ മുങ്ങുന്നവ അല്ലെ. ഏതൊക്കെയാ മുങ്ങുന്നവ? സ്റ്റോണ്, കോയിന്, അയേർണീല്, കല്ല്, നാണയം, ഇരുമ്പാണിയൊക്കെ മുങ്ങിക്കിടക്കുന്ന സാധനമാണ്. കാരണം അത്യാവശ്യം വെയിറ്റ് ഉള്ള സാധനങ്ങളാണ്. അതേസമയം ബലൂൺസ്, വുഡ് പീസ്, പ്ലാസ്റ്റിക്, ലീഫ്, വാക്സ്, ഐസ് എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ പൊങ്ങിക്കിടക്കുന്ന ഫ്ലോട്ട് ചെയ്യുന്ന സാധനങ്ങളാണ്. ക്ലിയർ അല്ലേടാ? അപ്പൊ മുങ്ങുന്നവയുണ്ട്, പൊങ്ങുന്നവയുണ്ട്. അപ്പൊ എനിക്കൊരു ഡൗട്ട്, ഞാൻ എന്താ ചെയ്യുന്നത്, ഈ ഉപ്പ് എടുത്തിട്ട് വെള്ളത്തിലോട്ട് ഇടാണ്. ഉപ്പ് എടുത്തിട്ട് അല്ലെങ്കിൽ പഞ്ചസാര എടുത്ത് വെള്ളത്തിലോട്ട് ഇട്ടത് പൊങ്ങുന്നുണ്ടോ മുങ്ങുന്നുണ്ടോ നോക്കി നിന്നാ വല്ല കാര്യമുണ്ടോ? എന്താ സംഭവിക്കുക, ഈ ഉപ്പ് വെള്ളം എന്നൊക്കെ പറയുന്നത് ഉപ്പ് ഓൾറെഡി വെള്ളത്തിൽ ഇട്ടാ പിന്നെ അത് കാണാൻ കിട്ടില്ല അല്ലേ. അതെങ്ങാ പോകുന്നത് നോക്കടാ. ഇപ്പൊ നിങ്ങളോട് ഒരു കോൺവെർസേഷൻ ചോദിക്കുകയാണ്, ഒരാൾ ചോദിക്കുക, എനിക്ക് കുറച്ച് വെള്ളം ഉണ്ടാക്കി തരുമോ ചേട്ടാ ചോദിച്ചപ്പോ ചേട്ടൻ പറയാണ്, ആ വെള്ളത്തിൽ കുറച്ച് നാരങ്ങയൊക്കെ പിഴിഞ്ഞ് പഞ്ചസാര ഇട്ടാ വെള്ളമായില്ലേ, ഞാൻ ഉണ്ടാക്കി തരാന്ന് പറയുകയാണല്ലേ. അപ്പോ ഈ കുട്ടി ചോദിക്കാണ്, ഈ പഞ്ചസാരയിൽ ഇട്ട് കഴിഞ്ഞിട്ട് ഇടുന്ന വരെ പഞ്ചസാര കട്ട് ചെയ്യുന്നുണ്ട്, ഇട്ട് കഴിഞ്ഞ് നോക്കുമ്പോ ആ സാധനം ഇവിടെ കാണാനില്ല. അപ്പൊ കുട്ടി ചോദിക്കുക, ഏട്ടാ പഞ്ചസാര എവിടെ ചോദിക്കുമ്പോ ഏട്ടൻ പറയാണ്, അത് എന്തുകൊണ്ടാണ് വെച്ചാ വെള്ളത്തില് പഞ്ചസാര ലയിച്ചു ചേർന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി, മുങ്ങുന്നവയും പൊങ്ങുന്നവയും മാത്രല്ല, ലയിക്കുന്നവയുണ്ട് ലയിക്കാത്തവയുണ്ട്. സൊല്യൂബിൾ ആയിട്ടുള്ളതും ഇൻസൊല്യൂബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസുകൾ ഉണ്ട് അല്ലെ. അലിയുന്നവയും അലിയാത്തവയും ഉണ്ട്. ഇതും വളരെ പ്രധാനപ്പെട്ട എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു പോർഷൻ ആണ്. നമുക്ക് നോക്കാം. നോക്കിക്കോ, ഞാൻ ആദ്യം ഷുഗർ എടുത്തിട്ട് വെള്ളത്തിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് കലക്കുകയാണ്, അതേപോലെ സോൾട്ട് എടുത്തിട്ട് നന്നായിട്ട് കലക്കുകയാണ്. എന്താണ് ഇടാ സംഭവിക്കുക? എന്തായാലും ഈ രണ്ട് സാധനങ്ങളും അതിൽ അലിഞ്ഞു പോകുന്നു നമുക്ക് മനസ്സിലായി അല്ലെ. കാരണം പഞ്ചസാര വെള്ളവും നമ്മൾ ഉണ്ടാക്കാറുണ്ട്, എന്താ പറയാ ഉപ്പുവെള്ളം നമ്മൾ ഉണ്ടാക്കാറുണ്ട് അല്ലെ. അപ്പൊ ഈ രണ്ട് സാധനങ്ങൾ അലിഞ്ഞു പോകുന്ന സാധനങ്ങളാണ്, സൊല്യൂബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസാ. അതേ സമയത്ത് ഞാൻ കുറച്ച് മണ്ണ്, സോയിലാണ് കൊണ്ടിട്ടെന്നുണ്ടെങ്കിൽ എന്താ അവസ്ഥ, അത് അതേപോലെ അവിടെ ഇങ്ങനെ നിൽക്കും. കാരണം എന്താ, അത് അലിയാത്ത സാധനമാണ് അല്ലെ, ഇൻസൊല്യൂബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ്. അപ്പൊ വാട്ടറിൽ സൊല്യൂബിൾ ആയ സാധനങ്ങൾ ഏതൊക്കെയെന്ന് കുറേ സാധനം നിങ്ങളോട് ഷഫിൾ ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറയും, ഡിഫറെന്റ് ആയിട്ടുള്ള ടേബിൾ ആക്കാൻ വേണ്ടി പറയും. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഉപ്പ്, പഞ്ചസാര, അതുപോലെ പൊട്ടാഷ്യം പെർമാംഗനേറ്റ്, ബ്ലൂ വിട്രിയോൾ അല്ലെങ്കിൽ തുരിശ് എന്നൊക്കെ പറയും, ഒരു നീല കളറിലുള്ള സാധനമാണ് തുരിശൊക്കെ കേട്ടോ. അതൊക്കെ നമ്മൾ എന്തിന് യൂസ് ചെയ്യുന്നതാ, വാട്ടറിൽ സൊല്യൂബിൾ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. പഞ്ചസാരയിൽ ലയിക്കുന്ന സാധനങ്ങളാണ്.
ലയിക്കാത്ത സാധനങ്ങൾ ഏതാ? അതിലിട്ടാൽ ഒരു കാര്യമില്ല, അതേപോലെ തന്നെ ഇരിക്കുന്നതാണ് മണ്ണ്, സാൻഡ്, മണല്, കെറൂസിൻ, മണ്ണെണ്ണ, മല്ലിപ്പൊടി അല്ലെങ്കിൽ കൊറിയാൻഡർ പൗഡർ, കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണയ്ക്ക് എന്താ മക്കളെ? വെള്ളത്തിൽ ഇട്ടാലും അലിയാത്ത ഇൻസൊലബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസുകളാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ ഏതൊക്കെ കേസാണ് പറഞ്ഞത്? സിങ്ക് ആൻഡ് ഫ്ലൂയിഡും പഠിച്ചു, സൊലബിൾ ആൻഡ് ഇൻസൊലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു പോർഷൻ ആണ്. സോ അടിപൊളിയായിട്ട് തന്നെ മക്കൾ പഠിക്കണം, സെറ്റ് ആയിട്ട് തന്നെ മക്കൾ പഠിക്കണം. അപ്പൊ ഇതേപോലെയുള്ള ഒരുപാട് കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് പൃഥ്വി ബാച്ചിൽ അവൈലബിൾ ആണ്. പൃഥ്വി ബാച്ചിനെ പറ്റി നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും അല്ലേ? നമ്മൾ അടിപൊളിയായിട്ട് ഫാൽക്കൺ ബാച്ചും പൃഥ്വി ബാച്ചും ഒക്കെ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിലോട്ട് ജോയിൻ ചെയ്താൽ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിമ്പിൾ ആയിട്ടും ഈസി ആയിട്ടും പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. സോ എല്ലാവരും നമ്മുടെ ബാച്ചിലോട്ടും ജോയിൻ ചെയ്യുക. അടിപൊളി മക്കളായിട്ടിരിക്കുക, സെറ്റ് ആയിട്ടിരിക്കുക. ബാക്കി കാര്യങ്ങൾ നെക്സ്റ്റ് വീഡിയോ ഡിസ്കസ് ചെയ്യാം. സോ അതുവരേക്കും ബൈ ബൈ, സീ യു മക്കളെ.